വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുതിന ചട്നിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയ സമയത്ത് കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ ഒരു റെസിപ്പി. രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തണ്ട് കളഞ്ഞിട്ട് അതിനകത്തുള്ള ഇലയും അതുപോലെ അതിൻ്റെ ആ തൂമ്പ് ഭാഗവും നുള്ളി എടുത്തിട്ടാണ് നമ്മൾ ചട്നി ഉണ്ടാക്കുന്നത്. അത് ഒന്ന് നുള്ളി എടുത്തിട്ട് നമുക്ക് ഒരു വലിയ ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് അധികം വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് കഴുകി എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ കുറച്ച് സമയം ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കഴുകിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഏത് ജാറാണോ എടുക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയില കൂടെ ചേർത്തിട്ടാണ് സാധാരണ പുതിന ചട്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ മല്ലിയില അതുപോലെ തന്നെ അതിൻ്റെ ആ കട്ടിയുള്ള താഴ്ഭാഗത്തെ തണ്ട് കളഞ്ഞിട്ടാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒന്ന് ചെറുതായി ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പൊട്ടിച്ചിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് രണ്ടും കഴുകി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 എണ്ണം ചേർത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് ചേർക്കുക. ചെറുനാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരിയും ചേർക്കാം. നല്ല ഫ്രഷ് ഇല അല്ലെങ്കിൽ നമ്മൾ ഈ വിനാഗിരിയോ ചെറുനാരങ്ങ നീരോ ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഗ്രീൻ കളർ നമുക്ക് കിട്ടില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് വളരെ കുറച്ച് ചേർക്കുക. കാരണം ഇത് ഇല ഒരുപാട് കാണാനുണ്ടെങ്കിലും ഉപ്പ് വളരെ കുറച്ചേ നമുക്ക് ആവശ്യം ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എന്നിട്ട് ഒരല്പം വെള്ളം തെളിച്ചിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. വെള്ളം ഒരുപാട് കൂട്ടിയിട്ട് ചെയ്തെടുക്കാത്തതാണ് നല്ലത്. അപ്പോൾ ഞാനിതിവിടെ അരച്ച് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്നിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ബ്രെഡ് ഓംലെറ്റിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മളിത് സ്നാക്സിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ പഞ്ചാബീസൊക്കെ ചെയ്യുന്നത്, മിക്കവാറും നോർത്ത് ഇന്ത്യൻസൊക്കെ ചെയ്യുന്നത് ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള കട്ടത്തൈരിലേക്ക് ഈ ഒരു തയ്യാറാക്കിയിട്ടുള്ള ചട്നി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ചട്നി നമുക്ക് 2 മാസം വരെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് എടുത്തിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് മൈക്രോവേവ് ചെയ്യുക, അതല്ലെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യുക ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.